Good morning. Today we are going to discuss properties of indifference curve and applications of indifference curve analysis. First, properties of indifference curve. Now, what is indifference curve? It is a curve which shows number of alternative combinations of two or more goods which yield the same level of satisfaction to the consumer. Consumer same level of satisfaction കൊടുക്കുന്ന ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസിൻ്റെ കർവിനെ നമ്മൾ എന്താ പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ് പറയുന്നത്, പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഫസ്റ്റ്, ഇറ്റ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് സ്ലോപ്പ് ചെയ്യുന്നത്, ഡൗൺവേർഡ് ആയിട്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇൻഡിഫറൻസ് കർവ് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ കേസിൽ കുറേ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ഓറഞ്ചസിൻ്റെയും നമ്പർ ഓഫ് ആപ്പിളിൻ്റെയും കേസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊരു കർവ് വരക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ ആപ്പിളാണ് നമ്മൾ കാണിക്കുന്നത്. ദെൻ ഇവിടെ ഓറഞ്ചസ്. അപ്പം നമ്പർ ഓഫ് ആപ്പിൾ 1 ആണ്. ദെൻ 2, 3 നമ്മൾ അപ്പോൾ ആ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. ഫസ്റ്റത്തെ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ 20 യൂണിറ്റ്സ് ഓഫ് ഓറഞ്ചസ്, ഫസ്റ്റത്തെ കോമ്പിനേഷൻ നോക്കുക. 20 യൂണിറ്റ്സ് ഓഫ് ഓറഞ്ചസും 1 യൂണിറ്റ് ഓഫ് ആപ്പിളുമാണ് കഴിക്കുന്നത്. അപ്പോൾ 20 യൂണിറ്റ്സ് ഓഫ് ഓറഞ്ചസ് ആൻഡ് 1 യൂണിറ്റ് ഓഫ് ആപ്പിൾ. ദെൻ സെക്കൻഡ് കേസിൽ എന്തായി, 2 യൂണിറ്റ് ഓഫ് ആപ്പിളാണ് അയാൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ എന്തായി, 2 യൂണിറ്റ്സ് ആപ്പിൾ അയാൾ കൺസ്യൂം ചെയ്യുമ്പോൾ എന്ത് വേണം, ഓറഞ്ചസ് അത് ആനുപാതികമായിട്ട് കുറയണം. അപ്പോൾ 15 ആയിട്ട് കുറച്ചു അയാൾ. 15 ഓറഞ്ചസും 2 യൂണിറ്റ്സ് ഓഫ് ആപ്പിളും അയാൾ കഴിച്ചു. ദെൻ അടുത്ത് 3 യൂണിറ്റ്സ് ഓഫ് ആപ്പിളാണ് അയാൾ കഴിക്കുന്നത്, അയാൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഓറഞ്ചസ് കുറഞ്ഞു. 20 ഉള്ളത് 15 ആയി, 15 ഉള്ളത് 11 ആയിട്ട് കുറഞ്ഞു. ദെൻ പിന്നെ അയാൾ 4 ആപ്പിൾ കഴിക്കുമ്പം അയാളുടെ 11 എന്നുള്ളത് 8 ആയി മാറി. ദെൻ നെക്സ്റ്റ് 5 യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ അയാൾ കഴിക്കുന്നു. ദെൻ 6 ആയിട്ട് ഓറഞ്ചസ് കുറയുന്നു. അപ്പോൾ നമുക്കറിയാം, ആപ്പിൾ ഓരോ യൂണിറ്റ് കൂട്ടുന്തോറും ഓറഞ്ചസിൻ്റെ എണ്ണം നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കർവ് നമുക്കറിയാം ഡൗൺവേർഡ് സ്ലോപ്പാണ്. ഇറ്റ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നെയ്യാ ഡൗൺവേർഡ് സ്ലോപ്പാണുള്ളത്. ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ഇൻഡിഫറൻസ് കർവ് അതാണ്. സെക്കൻഡ് വൺ ആണ്, സെക്കൻഡ് ഫീച്ചർ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണിത്. The indifference curve convex to the origin. It is convex to the origin. Convex to the origin ആണ്. It is convex to the origin. It is convex to the origin. Origin convex ആണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, കോൺവെക്സ് ടു ദ ഒറിജിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ അതിനോട് കോൺവെക്സ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ, കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. അപ്പോൾ ഈ ഒരു സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അതിനുള്ള റീസണും അതുപോലെ കോൺവെക്സ് ടു ദ ഒറിജിൻ, ദ റീസൺ ഫോർ ദീസ് ടു ആർ law of diminishing marginal rate of substitution. That is the reason for these two properties of indifference curve. Then third point, it has a negative slope. It has a negative slope. It has a negative slope. നെഗറ്റീവ് സ്ലോപ്പാണ് ഏതിനുള്ളത്, ഇൻഡിഫറൻസ് കർവിനുള്ളത് നെഗറ്റീവ് സ്ലോപ്പാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇൻഡിഫറൻസ് കർവ് നെഗറ്റീവ് സ്ലോപ്പാണുള്ളത്. ഇറ്റ് സ്ലോപ്സ് downward from the left to right. It has a negative slope.
എന്തിനോടാണ്? ദിസ് ഇസ് ബിക്കോസ് വെൻ ദ എമൗണ്ട് ഓഫ് വൺ കമ്മോഡിറ്റി ഈസ് ഇൻക്രീസ്ഡ് ദ എമൗണ്ട് ഓഫ് ദ അതർ മസ്റ്റ് ബി റെഡ്യൂസ്ഡ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇത് നെഗറ്റീവ് ആകാൻ കാരണം ഒരു കമ്മോഡിറ്റിൻ്റെ ഇത് കൂട്ടുമ്പോൾ ഒരു കമ്മോഡിറ്റിൻ്റെ കൺസംഷൻ നമ്മൾ കൂട്ടുമ്പോൾ വേറൊരു കമ്മോഡിറ്റിൻ്റെ കൺസംഷൻ നമ്മൾ കുറക്കുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് എ നെഗറ്റീവ് സ്ലോപ്പ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, two indifference curves cannot intersect each other. Two indifference curves cannot intersect each other. രണ്ട് ഇൻഡിഫറൻസ് കർവിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതൊരു ഇൻഡിഫറൻസ് കർവാണ്, വേറൊരു ഇൻഡിഫറൻസ് കർവ് വരക്കുക. അപ്പം ഒരു കൺസ്യൂമറിന് ഒരു ഇൻഡിഫറൻസ് കർവ് അല്ലാണ്ട് ഡിഫറെൻറ്റ് ഇൻഡിഫറൻസ് കർവ് ഒരു കൺസ്യൂമർക്ക് ഉണ്ടാകും. അപ്പോൾ രണ്ട് ഇൻഡിഫറൻസ് കർവ് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേസ് നോക്കാം. ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെയാണ് കേസിൽ. ഇപ്പോൾ എന്താണ്? അപ്പോൾ ഇതൊരു ഇൻഡിഫറൻസ് കർവാണ്, ഇത് വേറൊരു ഇപ്പോൾ ഇത് ഈ ഒരു ഇൻഡിഫറൻസ് കർവ് IC1 ഇൻഡിഫറൻസ് കർവ് 1, ഇത് വേറൊരു ഇൻഡിഫറൻസ് കർവാണ് IC2. അപ്പോൾ നമ്മൾ പഠിച്ചതാണ്, ഇപ്പോൾ IC1 എന്നുള്ള ആ ഒരു ഇൻഡിഫറൻസ് കർവിൽ ഉള്ള എല്ലാ കോമ്പിനേഷൻസും കൺസ്യൂമർക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നതായിരിക്കും. In the case of IC2 also, it gives same level of satisfaction to the consumer. അപ്പോൾ ഏതൊരു ഇതെടുത്താലും സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഈ ഒരു IC2 ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും, ഇത് വേറൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇതിലുള്ള എല്ലാ പോയിൻറ്റ്സിലും, ഇപ്പോൾ ഈ ഒരു പോയിൻ്റ് എടുത്താലും ഇതിലുള്ള എല്ലാ ഇതും, ഇപ്പോൾ അവിടെ A, ഇത് C, ഈ A എന്നുള്ളതായാലും C എന്നുള്ളതായാലും ഒക്കെ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് കൺസ്യൂമർ കൊടുക്കുക. അപ്പോൾ ഈ ഒരു കേസ് എടുക്കുക, രണ്ടാമത്തെ IC2. ഇപ്പോൾ ഈ ഒരു പോയിൻറ്റും B, D, ഈ ബിയും ഡി ഒക്കെ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു കേസ് നോക്കുക, ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട്. ഈ ഒരു ഇൻ്റർസെക്ഷൻ പോയിന്റിൽ എന്തായിരിക്കും? സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് വരിക. പക്ഷേ എപ്പോഴും ഇൻഡിഫറൻസ് കർവ്, ഇപ്പോൾ ഇത് ഒരു ഇൻഡിഫറൻസ് കർവാണ്, മറ്റത് വേറൊരു IC1ഉം IC2 രണ്ട് ഇൻഡിഫറൻസ് കർവാണുള്ളത്. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ട് ഒരു പോയിന്റ് ഉണ്ടാകാൻ പറ്റില്ല. എന്നുവെച്ചാൽ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ല. IC1-ന് സാറ്റിസ്ഫാക്ഷൻ, IC2-ന് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ IC1-ന് കിട്ടുന്നതല്ല IC2-ന് കിട്ടുക. ഇപ്പോൾ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ പോയിന്റ് എന്താണ്? സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കൺസ്യൂമറിന് കിട്ടുക ഈ ഒരു പോയിന്റിൽ. പക്ഷേ അങ്ങനെ നമ്മളെ കേസ് ഉണ്ടാവില്ല. IC1-ന് വേറൊരു സാറ്റിസ്ഫാക്ഷൻ, IC2-ന് വേറൊരു സാറ്റിസ്ഫാക്ഷൻ. സോ ഇറ്റ് ഹാസ് നോ common point, it cannot intersect each other. Okay, then next point, it represent high level of satisfaction than high level of satisfaction than lower ICs. അപ്പോൾ high IC ആണെങ്കിൽ it represent, അപ്പോൾ higher IC ആണെങ്കിൽ higher level of satisfaction. Higher IC represent higher level of satisfaction. Higher level of satisfaction than lower ICs. Lower IC lower ICs. അപ്പോൾ ഹയർ IC റെപ്രസെൻറ്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ലോവർ ICs. അപ്പോൾ കുറേ ഇപ്പോൾ ഒരു കൺസ്യൂമർക്ക് ഒരു ഇത് മാത്രമല്ല ഉണ്ടാവുക, ഡിഫറെൻറ്റ് ICs ഉണ്ടാവും, IC കർവ്സ് ഉണ്ടാവും. അപ്പോൾ എന്തായിരിക്കും? ഹയർ IC ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഗിവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദെൻ ലോവർ എൻഡ് ഓഫ് ദ ICs. അപ്പോൾ ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഹൈ ICക്ക് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു ഇതെടുക്കാം. അപ്പോൾ
പറയുന്നത് ഡിഫറൻസ് പലതര ഇപ്പോൾ ഒരു നമ്മൾ പറഞ്ഞു കൺസ്യൂമർക്ക് എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഉണ്ടാവും IC1 IC2. ഇപ്പോൾ ഈ ഒരു കേസിൽ ഇത് IC1 ആണ്, ദെൻ IC2 IC3. These three indifference curve gives different types of satisfaction to the consumer. So IC1 gives more satisfaction than IC2 and than IC3. അപ്പോൾ IC1-നായിരിക്കും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക, IC2-ന് അത്ര ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ നമ്പർ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് IC1-ലായിരിക്കും, കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നാണ് ഉണ്ടാവുക. അപ്പോൾ IC1-ൻ്റെ അത്ര IC2-ൽ ഉണ്ടാവില്ല, IC2-ൻ്റെ അത്ര IC3-ൽ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ലോവർ IC1-ആണ് ഏറ്റവും ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, ഇവിടെ ലോവർ സാറ്റിസ്ഫാക്ഷൻ IC3 എന്നായിരിക്കും. അപ്പോൾ ഹയർ IC റെപ്രസെൻറ്റ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദാൻ ലോവർ ICs. ദെൻ 6th point ആണ് ICs need not be parallel to each other. ICs എന്താവില്ല, ഇറ്റ് need not be parallel to each other. പാരലൽ ആവണം എന്നില്ല എന്ന് പറഞ്ഞു. It need not be parallel to each other. It so happens because the rate of substitution in different IC schedules need not necessarily be equal. Usually they are found different. ഇപ്പോൾ നമ്മൾ പാരലൽ, ഇപ്പോൾ ഇവിടെ പാരലൽ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്, ഇത് പാരലൽ ആവണം നിർബന്ധമില്ല. It need not be parallel to each other. It need not be parallel to each other. It need not be parallel to each other. ഇത് പാരലൽ ആവണമെന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചൊക്കെ പാരലൽ ആയിട്ടാണ്. അപ്പോൾ എല്ലാ കേസിലും അത് പാരലൽ ആവണം എന്നില്ല, അതാണ് പറഞ്ഞത്. Then next point ആണ് straight line IC indicate that two goods are perfect substitutes. അപ്പോൾ നമ്മൾ straight line ICs straight line ആയിട്ടും കാണാം. straight line ICs ആണെങ്കിൽ straight line ICs represent straight line ICs represent the two goods are perfect substitutes. It shows goods are perfect substitutes. അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ ICs റെപ്രസെൻറ്റ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് IC കാണുന്നതെങ്കിൽ നമുക്കെന്ത് മനസ്സിലാക്കാം, ദേ ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. പെർഫെക്റ്റ് ഇപ്പോൾ നമ്മൾ ഇവിടെ എന്താ പറയുക സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ, ഇപ്പോൾ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് ഈ ഒരു ഇത് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ഇവിടെ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്, എന്തല്ല കർവ് അല്ല. അപ്പോൾ ഈ ഒരു കേസ് നോക്കാം, നമ്മൾ ഈ ഒരു പോയിന്റ് പെർഫെക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ആണെങ്കിലാണ് ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു ഫ്രൂട്ട് എടുത്തു, എക്സ് എന്നുള്ള ഫ്രൂട്ട്, എക്സ് ഇവിടെ വൈ എടുത്തു. അപ്പോൾ നമ്മൾ എക്സ് എന്നുള്ള ആ ഒരു ഫ്രൂട്ട് നമ്മൾ ഈ ഒരു ലെവലിൽ നമ്മൾ എടുത്തു, വൈ ഇത്ര എടുത്തു. നെക്സ്റ്റ് കേസിൽ എക്സ് നമ്മൾ കുറച്ചു, അതേ ലെവലിലായിരിക്കും വൈ എന്നുള്ള ഇത് നമ്മൾ കുറക്കണം. നെക്സ്റ്റ് എക്സ് പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ അതേ ലെവൽ തന്നെ ആയിരിക്കും നമ്മൾ വൈയും കുറക്കുക. അപ്പോൾ എക്സ് എന്നുള്ളതിന് പകരമായിട്ട് എന്ത് നമ്മൾ വൈ എന്നുള്ള ഇതെടുക്കുന്നു. എക്സ് എത്രയാണോ കുറയുന്നത് അതിനാനുപാതികമായിട്ടുള്ളൊരു മാറ്റം വൈയിൽ നമ്മൾ കാണിക്കുന്നു. അപ്പോൾ എക്സ് എന്നുള്ള പ്രോഡക്റ്റ് നമ്മൾ കുറയ്ക്കുമ്പോൾ അപ്പോൾ എക്സ് ഇതായിരുന്നു നമ്മൾ എക്സ് കുറച്ചു, അപ്പോൾ നമ്മൾ വൈ എന്നുള്ള പ്രോഡക്റ്റ് അത്രയും കൂടി. അപ്പോൾ എക്സ് എത്രയാണോ കുറയുന്നത് അതിനാനുപാതികമായിട്ടുള്ളൊരു വ്യത്യാസം വൈയിൽ നമുക്ക് കാണാം. എക്സ് നമ്മൾ ഇത്രയും കുറച്ചു, എക്സ് ഈ ഒരു എമൗണ്ടിൽ നിന്ന് ഇതിലേക്ക് കുറഞ്ഞു ക്വാണ്ടിറ്റി,
അപ്പോൾ നമ്മളെന്തോ ആ ഒരു ആനുപാതികമായിട്ട് എന്ത് ചെയ്തു വൈയിലും മാറ്റം വന്നു. എക്സ് എത്രയാണോ നമ്മൾ കുറക്കുന്നത് അതിന് ആനുപാതികമായിട്ട് വൈ കൂടും. അപ്പോൾ അതാണ് സ്ട്രൈറ്റ് ലൈൻ ഐ സി റെപ്രസെൻറ്റ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ICs will be rectangular in case of the goods are non-substitutable. ICs will be rectangular in case the two goods are non-substitutable products ആണെങ്കിൽ നോൺ സബ്സ്റ്റിറ്റ്യൂട്ടബിൾ പ്രോഡക്റ്റ്സ് ആണെങ്കിൽ ഐസീസ് എന്തായിരിക്കും റെക്റ്റാങ്കുലർ ആയിരിക്കും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് അല്ല. അപ്പോൾ ആ ഒരു കേസിൽ എന്താണ് കർവ് വരിക ഇങ്ങനെ ആയിരിക്കും കർവ് വരിക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ കർവ് വരിക ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ദെൻ ഇൻഡിഫറൻസ് മാപ്പ് എന്നും കൂടെ പറയുന്നുണ്ട്. എ കൺസ്യൂമർ ഹാസ് ജനറലി നോട്ട് വൺ ഇൻഡിഫറൻസ് കർവ് ബട്ട് എ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. നമ്മൾ പറഞ്ഞു ഒരു കൺസ്യൂമർക്ക് ഒരു ഇൻഡിഫറൻസ് കർവ് അല്ല ഉണ്ടാവുക, നമ്പർ ഓഫ് ഇൻഡിഫറൻസ് കർവ്സ് അതർ. ഇറ്റ് ഈസ് കോൾഡ് ഇൻഡിഫറൻസ് മാപ്പ്. അപ്പോൾ കൺസ്യൂമർക്ക് നമ്മൾ വരച്ച കാര്യം തന്നെയാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറഞ്ഞാൽ. ഒരു ഇൻഡിഫറൻസ് കർവിൽ കൺസ്യൂമർക്ക് ഉണ്ടാവുക ഡിഫറെൻറ്റ് ഇൻഡിഫറൻസ് കർവ് ഉണ്ടായിരിക്കും. നമ്മൾ IC1 IC2 IC3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ വരച്ചു. ഇപ്പം IC1 IC2 IC3 അപ്പോൾ ഡിഫറെൻറ്റ് ഇൻഡിഫറൻസ് കർവ് ഒരു കൺസ്യൂമർക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിന് ഒന്നിച്ച് പറയുന്ന പേരാണ് എന്താണ് ആ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവിനാണ് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പ്രോപ്പർട്ടീസ് ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് ഉള്ളത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇറ്റ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതിൻ്റെ ഡൗൺവേർഡ് ലെഫ്റ്റ് നിന്നും റൈറ്റിലേക്കൊരു സ്ലോപ്പാണുള്ളത്, ലെഫ്റ്റ് ടു റൈറ്റ്. ഇതിൻ്റെ കാരണം എന്താണ്? ദിസ് ഇസ് ബിക്കോസ് ദ ഓപ്പറേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിന് കാരണം എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇതിന് കാരണം. ഇങ്ങനെ ഡൗൺവേർഡ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് സ്ലോപ്പ് ആവാൻ കാരണം എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു കമ്മോഡിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഇവിടെ ആപ്പിൾ എന്നുള്ള കമ്മോഡിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓറഞ്ച് എന്ത് ചെയ്തു? കുറഞ്ഞു. ആ ഒരു ഡിമിനിഷ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഡൗൺവേർഡ് സ്ലോപ്പ് വരാൻ കാരണം. ദെൻ ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. ഇപ്പം നമ്മൾ പറഞ്ഞു ഇതാണ് ഒറിജിൻ, അതിൽ നിന്ന് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദ ഒറിജിൻ. അപ്പോൾ അതിനും കാരണം എന്താണ്? DMRS, ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിനൊക്കെ കാരണം എന്താണ്? ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺവെക്സ് ടു ദ ഒറിജിൻ ആവും കാരണം ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ദെൻ ഇറ്റ് ഹാസ് എ നെഗറ്റീവ് സ്ലോപ്പ്. ഇൻഡിഫറൻസ് കർവിൽ നിന്നാണ് നെഗറ്റീവ് ആയിട്ടുള്ള സ്ലോപ്പാണുള്ളത്. നെഗറ്റീവായിട്ടാണ് സ്ലോപ്പ് കിടക്കുന്നത്. ദിസ് ഈസ് ബിക്കോസ് വെൻ ദ എമൗണ്ട് ഓഫ് വൺ കമ്മോഡിറ്റി ഈസ് ഇൻക്രീസ്ഡ് ദ എമൗണ്ട് ഓഫ് ദ അതർ മസ്റ്റ് ബി റെഡ്യൂസ്ഡ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ. എന്നുവെച്ചാൽ ഒരു കമ്മോഡിറ്റി നമ്മൾ എന്ത് ചെയ്യുക ഇൻക്രീസ് ചെയ്യുമ്പോൾ വേറൊരു കമ്മോഡിറ്റി നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക? ഒരു കമ്മോഡിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കമ്മോഡിറ്റി നമ്മൾ കുറക്കുന്നുണ്ട്, ഗിവ് അപ്പ് ചെയ്യുന്നുണ്ട്, ഫോർഗോ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ആപ്പിൾ എന്നുള്ള ഒരു യൂണിറ്റ് കൂട്ടുമ്പോൾ അതനുസരിച്ച് ഓറഞ്ച് നമ്മൾ കുറക്കുന്നു. അതുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് ഇറ്റ് ഹാസ് എ നെഗറ്റീവ് സ്ലോപ്പ്. ദെൻ two indifference curve cannot intersect each other. രണ്ട് ഇൻഡിഫറൻസ് കർവ് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഇറ്റ് cannot intersect each other. ഇപ്പോൾ നമ്മൾ ഒരു കേസ് പറഞ്ഞു, നമ്മൾ രണ്ട് കർവ്സ് ഉണ്ട്, അത് ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഒരു കോമൺ പോയിന്റ് അതിലുണ്ടായിരിക്കും. ആ കോമൺ പോയിന്റിൽ എന്തായിരിക്കും? നമ്മൾ ആ കോമൺ പോയിന്റ് പറയുമ്പോൾ ഒരേ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ അതിൻ്റെ അർത്ഥം ആക്കുന്നത്. അങ്ങനെ ഒരേ ലെവൽ രണ്ട് ICക്ക് ഇതുണ്ടായില്ല, ഒരേ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഡിഫറെൻറ്റ് ICs ഹാവ് ഡിഫറെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ ലെവൽസ്. അപ്പോൾ എന്ത് ചെയ്യില്ല? ദേ നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ.
Then next point, higher IC represent higher levels of satisfaction than lower ICs. അപ്പോൾ higher levels of satisfaction കിട്ടുന്ന higher IC. higher ലെവലിലുള്ള ICക്കായിരിക്കും ഇപ്പോൾ ഈ ഒരു ഡയഗ്രം എടുക്കുകയാണെങ്കിൽ മുകളിലുള്ള ഏറ്റവും മുകളിലുള്ള ഏതാണ് അതിനായിരിക്കും ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുക ദാൻ ലോവർ ICs. then it need not be parallel to each other. അത് പാരലൽ ആവണം, നമ്മൾ ഇത് വരച്ചപ്പോൾ പാരലൽ ആവണം നിർബന്ധമില്ല. then straight line ICs represent perfect substitutes. perfect substitute productsന് എന്തായിരിക്കും ഉണ്ടാവുക? straight line ICs ആണ് ഇൻഡിഫറൻസ് കർവ് ആയിരിക്കും ഉണ്ടാവുക. പെർഫെക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ടബിൾ പ്രോഡക്ട്സ് ആണെങ്കിൽ അതിന് എന്തായിരിക്കും ഉണ്ടാവുക? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു കേസിൽ എക്സ് എന്നുള്ള കമ്മോഡിറ്റി നമ്മൾ കുറക്കുമ്പം അതിനനുസരിച്ച് വൈ എന്നുള്ള കമ്മോഡിറ്റി കൂടുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? അപ്പോൾ ഓറഞ്ചിൻ്റെയും ആപ്പിളിൻ്റെയും കേസാണെങ്കിൽ നമ്മൾ ഒരു യൂണിറ്റ് ആപ്പിൾ നമ്മൾ കൂട്ടുമ്പോൾ 5 units ഓഫ് ഓറഞ്ചസ് നമുക്ക് ആദ്യം കുറഞ്ഞു, പിന്നെ ഒരു ആപ്പിളും കൂടെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ 4 units കുറഞ്ഞു. അപ്പോൾ ആ ഒരു റേറ്റ് എന്ന് പറഞ്ഞത് ആദ്യം 5 കുറഞ്ഞു, പിന്നെ 4 കുറഞ്ഞു, പിന്നെ 3. ആ ഒരു കേസിൽ എന്താണ് ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ടബിൾ അല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് ആണെങ്കിൽ എക്സ് എത്രയാണോ കുറയുന്നത് അത് വൈയിലും ആ ഒരു മാറ്റം വരും. എക്സ് കുറഞ്ഞതനുസരിച്ച് വൈയിലും മാറ്റം വരും. അപ്പോൾ കാണിക്കുക എന്താണ്? സ്ട്രൈറ്റ് ലൈൻ ആയിട്ടായിരിക്കും IC കാണിക്കുക. ദെൻ നോൺ സബ്സ്റ്റിറ്റ്യൂട്ടബിൾ പ്രോഡക്ട്സ് ആണെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കും ഇൻഡിഫറൻസ് കർവ് ഉണ്ടാവുക. ദെൻ ഇൻഡിഫറൻസ് മാപ്പ് എന്താണ്? ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഡിഫറെൻറ്റ് ഇൻഡിഫറൻസ് കർവിൻ്റെ ആ സെറ്റിനാണ് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. ഒരു കൺസ്യൂമർക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്, ഡിഫറെൻറ്റ് ഇൻഡിഫറൻസ് കർവ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ആണ്. ഇൻഡിഫറൻസ് കർവിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഹെൽപ്ഫുൾ ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ഹെൽപ്പ് ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. The production equilibrium of a firm will be decided on the basis of isocond. നമ്മൾ പ്രൊഡക്ഷൻ ഇക്വിലിബ്രിയം, ഒരു ഫേമിൻ്റെ പ്രൊഡക്ഷൻ ഇക്വിലിബ്രിയം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഐസോകോണ്ടിൻ്റെ ബേസിലാണ്. അപ്പോൾ ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ സെയിം ലെവൽ ഓഫ് പ്രൊഡക്ഷൻ, ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്, 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമുക്ക് സെയിം ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കിട്ടുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോകോണ്ട് എന്ന് പറയുന്നത്. ഐസോകോണ്ട് സെയിം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നു, ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് IC നമുക്ക് എന്താണ് ഇൻഡിഫറൻസ് കർവ് നമുക്ക് ആ ഒരു പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം കണ്ടെത്താൻ നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ അത് ഫസ്റ്റ് പോയിന്റ് ആണ് ഹെൽപ്ഫുൾ ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ ഇക്വിലിബ്രിയം ഓഫ് എ ഫേം വിൽ ബി ഡിസൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ഐസോകോണ്ട്. ഐസോകോണ്ടിൻ്റെ ബേസിലാണ് നമ്മൾ പ്രൊഡക്ഷൻ ഇക്വിലിബ്രിയം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെയാണ്, ഇൻഡിഫറൻസ് കർവ് പോലെ തന്നെയാണ് ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ. ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ ഒരേ ക്വാണ്ടിറ്റി നമുക്ക് ലഭിക്കുന്നു, ഒരേ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നു. എവിടുന്ന്? ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പല രീതിയിൽ നമ്മൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേരിയസ് രീതിയിൽ നമ്മൾ കമ്പൈൻ ചെയ്തുകൊണ്ട് സെയിം ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുക. ആ ഒരു ഇതിനാണ് നമ്മൾ പറയുന്നത് ഐസോകോണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് IC ഇൻഡിഫറൻസ് കർവ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇക്വിലിബ്രിയം ഐസോകോണ്ട് കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഹെൽപ്ഫുൾ ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. സെക്കൻഡ് വൺ ആണ് ഹെൽപ്ഫുൾ ഇൻ എക്സ്ചേഞ്ച്. helpful in exchange. Helpful in exchange. It is useful in exchange between two individuals for the commodities possessed by each of them. അപ്പോൾ രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ അടുത്ത് ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസ് ഉണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ബേസിലാണ് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ ബേസിലാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് ഉള്ള കമ്മോഡിറ്റി, നമ്മളെ കയ്യിലുള്ള കമ്മോഡിറ്റിനേക്കാളും കൂടുതൽ നമുക്ക് മറ്റൊരാളുടെ കമ്മോഡിറ്റിയിൽ നിന്നാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ പ്രോഡക്റ്റ് മറ്റുള്ള പ്രോഡക്റ്റുമായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാനും ഈ ഒരു ഇൻഡിഫറൻസ് കർവാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഹെൽപ്ഫുൾ ഇൻ എക്സ്ചേഞ്ച്. ദെൻ നെക്സ്റ്റ് പോയിന്റ്,
യൂസ്ഫുൾ ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡിൽ എന്താണ് യൂസ്ഫുൾ ആണ്. യൂസ്ഫുൾ ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. International trade. It is useful in international trade. It is helpful in determining the rate at which the commodities of one country will be exchanged by commodities of another country. ഒരു കൺട്രിയിലുള്ള കമ്മോഡിറ്റീസും വേറൊരു കൺട്രിയിലുള്ള അതിൻ്റെ കമ്മോഡിറ്റീസും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന റേറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ഈ ഒരു കർവ്, ഇൻഡിഫറൻസ് കർവ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു കൺട്രിയിലുള്ള പ്രോഡക്ട്സ്, കമ്മോഡിറ്റീസ് വേറൊരു കൺട്രിയിലുള്ള പ്രോഡക്ട്സ് ആയിട്ട് നമ്മൾക്ക് എന്താണ് എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഉള്ള റേറ്റ് ഡിറ്റർമിൻ ചെയ്യാനും ഈ ഒരു ഇൻഡിഫറൻസ് കർവ് നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഇസ് യൂസ്ഫുൾ ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇറ്റ് ഇസ് ഹെൽപ്ഫുൾ ഇൻ ഡിറ്റർമിൻ ദ റേറ്റ് അറ്റ് വിച്ച് ദ കമ്മോഡിറ്റീസ് ഓഫ് വൺ കൺട്രി വിൽ ബി എക്സ്ചേഞ്ച്ഡ് ബൈ commodities of another country. Then it is useful in taxation. Useful in taxation. Taxation purpose-ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻഡിഫറൻസ് കർവ് നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഹെൽപ്സ് ദ ഗവൺമെൻറ് ടു ചൂസ് വെദർ ഡയറക്റ്റ് ടാക്സ് ഓർ ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ടു ബി ഇമ്പോസ്ഡ്. ഡയറക്റ്റ് ടാക്സ് ആണോ പ്രോഡക്ട്സിന് മേലെ ഇമ്പോസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ആണോ അത് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ദ ഇൻഡിഫറൻസ് കർവ് നമ്മളെ അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസ്. യൂസ്ഫുൾ ഇൻ പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസ് ആ പബ്ലിക് എക്സ്പെൻഡിച്ചർ എങ്ങനെ നമ്മൾക്ക് സൊസൈറ്റിക്ക് ബെനിഫിഷ്യലായ രൂപത്തിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം, അതിനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ് ഇൻഡിഫറൻസ് കർവ്. ദ ഫേമസ് ലോ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ വേ ഓഫ് ഇൻഡിഫറൻസ് കർവ്. ദിസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദ ഏരിയാസ് ഓഫ് പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ എങ്ങനെ സൊസൈറ്റിക്ക് യൂസ് ചെയ്യണം, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രൂപത്തിൽ ഉപയോഗിക്കാം, അതിനൊക്കെ ഇൻഡിഫറൻസ് കർവ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഹെൽപ്ഫുൾ ടു ഗവൺമെൻറ്. ഇപ്പോൾ ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ദ ഗവൺമെൻറ് ഇൻ ഡിസൈഡിങ് റേഷനിങ് ആൻഡ് സബ്സിഡീസ്. ഇപ്പോൾ റേഷനിങ് പ്രോഡക്ട്സ് ഏതൊക്കെ പ്രോഡക്ട്സ് റേഷൻ ഇതിൽ കൊടുക്കണം, റേഷൻ ഷോപ്പ് വഴിയൊക്കെ കൊടുക്കണം. അതുപോലെ സബ്സിഡീസ് എങ്ങനെ കൊടുക്കണം, ഏതിൻ്റെ മേലേക്ക് സബ്സിഡി കൊടുക്കണം എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ ഗവൺമെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ യൂസ്ഫുൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്. യൂസ്ഫുൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്. Useful investment management. It is useful in security analysis and portfolio management. Security shares നമ്മൾ അതൊക്കെ എവിടെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് നമുക്ക് എവിടെയൊക്കെ നമ്മളെ ഫണ്ട് നമുക്ക് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ഇൻഡിഫറൻസ് കർവ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഹെൽപ്ഫുൾ ഇൻ മെഷറിങ് കൺസ്യൂമർ സർപ്ലസ്. കൺസ്യൂമർ സർപ്ലസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ. കൺസ്യൂമർ സർപ്ലസ് മെഷർ ചെയ്യാൻ നമ്മൾ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻസ്. നമുക്കറിയാം കൺസ്യൂമർ സർപ്ലസ് എന്താണെന്നുള്ളത്. അപ്പോൾ ആ കൺസ്യൂമർ സർപ്ലസ് മെഷർ ചെയ്യാനും ഈ ഇൻഡിഫറൻസ് കർവ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ലെവലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാണ് അതിൻ്റെ ബേസിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കൺസ്യൂമർ സർപ്ലസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെയാണ്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ്. ഫസ്റ്റ് പറഞ്ഞത് ഹെൽപ്ഫുൾ ഇൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കൺസ്യൂമേഴ്സ് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇക്വിലിബ്രിയം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ IC നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ രണ്ട് പ്രോഡക്റ്റ്സ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ ഹെൽപ്പ്
ചെയ്യുന്നു. ദെൻ യൂസ്ഫുൾ ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്, ഒരു കമ്മോഡിറ്റിയിലുള്ള പ്രോഡക്ട്സും വേറൊരു സോറി ഒരു രാജ്യത്ത് ഒരു കൺട്രിയിലുള്ള കമ്മോഡിറ്റീസും വേറൊരു രാജ്യത്തുള്ള അതിൻ്റെ കമ്മോഡിറ്റീസും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ അതിനൊക്കെ ഈ ഒരു IC ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ യൂസ്ഫുൾ ഇൻ ടാക്സേഷൻ, the government have to choose indirect tax or direct taxes to be imposed on different products. ഡിഫറെൻറ്റ് പ്രോഡക്ട്സിൻ്റെ മേലെ ഇൻഡയറക്റ്റ് ടാക്സോ ഡയറക്റ്റ് ടാക്സോ ഇമ്പോസ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ യൂസ്ഫുൾ ഇൻ പബ്ലിക് ഫിനാൻസ്, അതുപോലെ തന്നെ റേഷനിങ്, അതുപോലെ സബ്സിഡീസ്, ഏത് പ്രോഡക്ട്സിൻ്റെ മേലെ സബ്സിഡി കൊടുക്കണം എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ IC ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ യൂസ്ഫുൾ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്, നമ്മുടെ ഫണ്ട്, പബ്ലിക്കിൻ്റെ ഫണ്ട്, സൊസൈറ്റീൻ്റെ ഫണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു കർവ്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസിലൂടെ. ദെൻ മെഷറിങ് കൺസ്യൂമർ സർപ്ലസ് മെഷർ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.